ഇതാണ് സാൽമൺ ഫിഷ്. ഇതുമ്മ വെച്ചാൽ നമുക്ക് ബുദ്ധി വരുന്നവ ടൂർ ഗൈഡ് വിളിച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇതികൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ടൈറ്റാനിക്, ബെൽഫാസ്റ്റ് ടൈറ്റാനിക് മ്യൂസിയം നമുക്ക് ഡെസ്റ്റിനേഷൻ എത്തും. അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് കാണാം. ഇതികൂടെ ഇതാണ് റോഡ്. ബസ് ടൂറിൽ ഒരുപാട് ലൊക്കേഷൻ കാണിച്ചു തന്നു. അതിനകത്ത് ഒരുപാട് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാത്രമേ ഞാൻ കാണിച്ചത്. എവിടെ പോയാൽ 150 സംതിങ് 2 ഫാമിലിക്ക്. അപ്പം ഒരു ഫാമിലി ജസ്റ്റ് ഹാഫ് പ്രൈസ്. പക്ഷേ എന്നാലും അത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. എല്ലാ ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻ നമുക്ക് കാണാൻ പറ്റി. അത് നല്ല ഹൈറ്റിൽ നല്ല വ്യൂ നമുക്ക് കിട്ടി. ഈ ഹോപ്പ് ഓൺ ബസ് നമുക്ക് എവിടെ പോയാലും ഹോപ്പ് ഓൺ ബസ് സർവീസസ് എല്ലാ സിറ്റി ടൂറിന് ബെസ്റ്റാണ്. ചീപ്പ് ആൻഡ് റിലയബിൾ. നമുക്ക് ഡ്രൈവ് ചെയ്യണ്ട. പിന്നെ ടൂറിസ്റ്റ് ഇൻഫർമേഷനും നമുക്ക് കിട്ടും. വേറെ നമുക്ക് എന്ത് വേണം? പിന്നെ ലോക്കൽസൊക്കെ ഹാൻഡിക്രാഫ്റ്റ് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് വിൽക്കുന്ന സ്ഥലമാണ് സെൻറ്റ് ജോർജ് മാർക്കറ്റ്. പക്ഷെ അത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ. നമ്മളിതുവഴി നടക്കുമ്പം ഷിപ്പിലുണ്ടാകുന്ന സൗണ്ടുകൾ നമുക്കിതുകൂടെ നടക്കുമ്പം അത് ഓട്ടോമാറ്റിക്കലി സൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതാണ്. ഇതൊരു ഹാർബർ പോലെയാണ്. ഇതാണ് ടൈറ്റാനിക് മ്യൂസിയം. ഇത് ടൈറ്റാനിക്കിലേക്ക് ആൾക്കാരെ പാസഞ്ചേഴ്സിനെ കൊണ്ടുവരുന്ന നൊമാഡിക് ഷിപ്പ്. ഇത് ഒരു പഴയ ഷിപ്പിൻ്റെ തുരുമ്പ് പിടിച്ച അവശിഷ്ടം. ഇവിടുന്ന് സ്ട്രേറ്റ് പോയ നമ്മുടെ ടൈറ്റാനിക് മ്യൂസിയം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സമയം കുറച്ചായി. ഇനി അവിടെ എത്തിയിട്ട് നമുക്കവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ചോദിച്ചിട്ട് ചെയ്യാം. നമുക്ക് എളുപ്പം ഹോപ്പ് ഓൺ ബസ്സിൽ നേരെ 4th സ്റ്റോപ്പ് ആണ് ഈ ടൈറ്റാനിക് ഇത് മ്യൂസിയം. പക്ഷെ ഞങ്ങൾ ഒരു സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു വന്നൊരു ½ ആൻ അവർ. അതുകൊണ്ട് ലേറ്റായി എത്തി. വരുമ്പോൾ തന്നെ എസ്കലേറ്റർ പോയി മുകളിൽ പോയാൽ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടൈറ്റാനിക്കിൽ. ഫസ്റ്റ് ലിനൻ തുണികളുടെ ട്രാൻസ്പോർട്ട് 1900. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ലിനൻ ബോർഡ് ഇവിടെ ഫ്ലാക്സ് സീഡ്സ് ലിനൻ ആക്കി കൺവേർട്ട് ചെയ്ത് 17th സെഞ്ച്വറി തൊട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് ലിനൻ മില്ല്, തുണി മില്ല് പോലെ അല്ലേ വലിയ. ഇത് ഉണ്ടാക്കണ ലിനൻ്റെ ബ്രൗൺ വൈറ്റ് ലിനൻ യാൺ ഫൈബർ. ഇത് ഫ്ലാക്സ് സീഡ്. അതുപോലെ ഇവിടെ ഒരു വീട് പോലെ ഉണ്ട്. ഇവിടെ ഡ്രാമാറ്റിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിത് പ്രസ് ചെയ്താൽ ഇൻഫർമേഷൻ കേൾക്കാം. ഇവിടെ മൂവി പോലെ പ്രൊജക്ടർ ഇങ്ങനെ ഇവിടുത്തെ ഇൻഡസ്ട്രിയലൈസേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഫോട്ടോസും
പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇവിടുത്തെ ഹിസ്റ്ററിയെ കുറിച്ച് അറിയാൻ എന്താ ബ്രിട്ടീഷ് എംപയറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ബെൽഫാസ്റ്റ്, ഒരുപാട് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളാണ്. അന്നത്തെ സിറ്റി ലൈഫ്, അതുപോലെ ഷിപ്പിൻ്റെ ബിൽഡിങ്, വർക്കേഴ്സിൻ്റെ കണ്ടീഷൻ, ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, ഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളും, പല ടൈപ്പ് ഷിപ്പ്, പിന്നെ ഇമിഗ്രേഷൻ, വർക്കേഴ്സിന് പുറമേ നിന്ന് വന്ന് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ഹിസ്റ്ററി ആൻഡ് കഥകൾസ്. ഇതിങ്ങനെ ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് ആ ഭാഗം ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണാം. അന്നത്തെ കാലത്ത് എങ്ങനെ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നതിനെ കുറിച്ചാണ്. റേഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നത്, പിന്നെ ഇത് ടാപ്പ് ചെയ്യുമ്പം ഇൻഫർമേഷൻ, നെക്സ്റ്റ് ഇൻഫർമേഷൻ. ടെക്സ്റ്റ് ഇൻഫർമേഷൻ എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്നുള്ളത്. ഷിപ്പിൻ്റെ റൂട്ടുകളൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ലൈറ്റായിട്ട് കാണിക്കുന്നു. അയർലാൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉള്ള, പിന്നെ അവിടുന്ന് കാനഡ, അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇത് ഷിപ്പിൽ പണി ചെയ്യുന്നവരുടെ ഓഫീസ് ഡിസൈൻസും അവരുടെ പേയ്മെൻറ്റും, പിന്നെ ഓഫീസ് ഡിസൈൻ ചെയ്ത അവരുടെ വർക്ക് ചെയ്യുന്ന ഓഫീസ് സ്ട്രക്ചർ, പ്രൊപ്പോർഷൻ. ഇത് ഒളിമ്പിക് സ്റ്റാൻഡേർഡ് ഷിപ്സ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തതിനെ കുറിച്ചുള്ളൊരു real gantries, however, were 4 times the height of that. So you think that's tall, multiplied by 4, and that was the height of the gantries. William Arrow designed these. William Arrow was a very... ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ 4th ഫ്ലോർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ടൈറ്റാനിക് പണിതപ്പം പണിക്കാരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അവർ ആക്സിഡൻ്റായി വിക്ടോറിയ ഹോസ്പിറ്റലിലോട്ടൊക്കെ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനകത്ത് നല്ല ഇരുട്ടാണ്. ഇവിടെ മൊത്തം ടൈറ്റാനിക്കിന് പണി നടക്കുന്നൊരു പ്രതീതി, ഫീലിങ്ങും സൗണ്ട് ഇഫക്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഷിപ്പ് യാർഡ് റൈഡിൻ്റെ ലൈനാണ് ഇവിടെ. അപ്പം പിള്ളേർ കൊണ്ടുപോകുന്ന സ്ട്രോളിയൊക്കെ നമുക്കിവിടെ സൈഡിൽ വെച്ചിട്ട് വേണം അകത്ത് ലൈനായിട്ട് കയറിപ്പോവാൻ. ഇപ്പോൾ ടൈറ്റാനിക്കിൻ്റെ കൺസ്ട്രക്ഷൻ പണികൾ വർക്കേഴ്സ് എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്, അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഇവർ പാസഞ്ചേഴ്സ് റൈഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലൈനിൽ വെയിറ്റ് ചെയ്ത് നമ്മൾ അതിനകത്ത് കയറണം. They stuck tight wooden blocks on the slipway to start with, then the keel at top of that, and the frames attached to that like a skeleton. Works took weeks to find your way around. There'll be workshops for every trade you ever heard of. Painters, sailmakers, coppersmiths, boiler makers, cabinet makers. I even learned a bit about French polishing off them. Harlowworth was a fine place to work, but dangerous. Every ship cost a life, and there'd be lots of injuries besides. I was in the engine works for a while. Very well equipped it was. That's where we built the triple expansion engines. 2 of them, each as high as a 3-story house. I worked in the frame bending shop, curved. It was skilled work. The edges, some were raised, one after another. We called it clincher. One of the foremen told me years ago, that's how you build steel ships. Put it in the hole in the plate and the hold her up. There were 2 of us on the other side of the plate to hold her up. We had to hammer the rivet so it filled the hole before it turned dull red. One of the
4 men would check each of it with a special hammer. If it made a ringing sound, we'd have to go back and chase it out after work. I'd get scared working down in that double bottom. You only had candles for light. And the constant hammering against the shell plate. You could hear those 16 bob, but we all worked the same 54 hours. The upper deck was steel too, and part of the strength of the ship. There's no straight lines in a ship, and when you look down the weather deck, you can see the shear of the hull. The stern frame had to be strong enough to take the rudder turning in heavy seas. You'd have all these timbers and guy wires to steady the frame, and men scurrying around like ants underneath. When we came to launch day, I was torn between pride and fear. The standing wings were coated in tallow, train oil and soft. There were extra trams laid on. Then we all went off to the pub to win. നമ്മൾ ഇറങ്ങി പോവാണ്. നമുക്ക് ആ ടൈറ്റാനിക്കിൻ്റെ വർക്കേഴ്സിൻ്റെ നേരിട്ടുള്ള അനുഭവം നമ്മളെ കാണിച്ചു തന്നെ. നമ്മൾ സ്ട്രെയിറ്റ് ഇവിടെയാണ് വരുന്നത്. നമ്മൾ കയറി വന്ന അതേ, പക്ഷെ മുകളിൽ നിന്നുള്ള വ്യൂ പോയിൻ്റാണത്. സോറി. ഇത് പല ടൈപ്പ് വർക്കേഴ്സിനെ പല ഗ്രൂപ്പായിട്ട് തിരിച്ചതിൻ്റെ പേരിൻ്റെ ലിസ്റ്റുകളാണ്. ഇത് ടൈറ്റാനിക് ലോഞ്ച് ചെയ്ത ഡേ, ടൈമിംഗ് എല്ലാം, അവിടെ അപ്പോഴത്തെ വെതർ കണ്ടീഷൻ എന്തായിരുന്നു, ഗസ്റ്റ് ആരുകളായിരുന്നു, ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണത്. ആ ഷിപ്പിൻ്റെ ഒരു പല നിലകളും പല ടൈപ്പ്, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, ഓരോ ഡെക്കിനും ഓരോ നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത്, ഇതാണ് അതിൻ്റെ ഒരു മോഡൽ. ഇത് ഷിപ്പ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഇത് ഒരു അവസാനത്തെ പീസാണ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. സോറി. ഇത് തുടങ്ങിയ സമയത്ത് സ്റ്റീം എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വെതർ കണ്ടീഷനൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു. മീൻസ് She was preceded by a considerable weight of expectation. At Southampton, the White Star Line had already constructed a massive deep-water ocean dock, covering almost 16 acres and dredged to a depth of 40 feet. England's premier passenger port was flourishing, with new shops, restaurants. Crewmen managed to sign up. പണി കഴിഞ്ഞ ടൈറ്റാനിക് Titanic was dressed in her എൻ്റെ മോഡലാണത്. as a Good Friday tribute to the people of Southampton. 10 ഡെക്ക് ഉണ്ടായിരുന്നു. മിനി ക്യാബിൻ പബ്ലിക്. ഹയർ ഡെക്കിൽ പബ്ലിക് റൂമും ഫെസിലിറ്റീസും, ലോവർ ഡെക്കിൽ മെഷീനറിയും. ടൈറ്റാനിക്കിൻ്റെ അകത്തത്തെ കാഴ്ചകളാണ് ഈ കാണിക്കുന്നത്. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ക്ലാസ് റൂംസ് എങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡൽ. മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ സമയത്തൊരു മോഡൽ. പിന്നെ ലക്ഷറി ഫാബ്രിക്, ലിനൻ കബേർഡ്, ഫർണിച്ചർ, ടൈറ്റാനിക്കിൻ്റെ സ്ട്രെങ്ത്ത്, ബാക്ക് ഓഫ് ഹൗസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. സൗത്താംപ്ടൺ ഈ ഇത് വോയേജ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് 4th ഏപ്രിലിന്. അല്ല, ഡിപ്പാർട്ട് ചെയ്തത് 10th ഏപ്രിൽ. ടൈറ്റാനിക്കിൻ്റെ സിസ്റ്റർ ഷിപ്പ് ഒളിമ്പിക്
World's largest liners and the first of a new generation of passenger vessel to use. ടൈറ്റാനിക് ഓരോ പോർട്ടിലും സ്റ്റോപ്പ് ചെയ്ത സ്റ്റേഷൻസ് ചെർബോഗ്, ക്വീൻസ് ടൗൺ ആൻഡ് ഫൈനലി അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ന്യൂയോർക്ക്. ഇവിടെ നിന്ന് നമുക്ക് കടൽ കാണുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. ഫസ്റ്റ് ക്ലാസ്സിലൊരു ലഞ്ച് മെനുയുടെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ്. സിനിമാറ്റിക് റെപ്രസെൻറ്റേഷൻ പോലെ ഐസ്ബർഗ് വന്ന് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു അലാറം, അതിൻ്റെ ഒരു വീഡിയോഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ അനൗൺസ്മെൻറ്റ് നടക്കുകയാണ്, ഇങ്ങനെ ഐസ്ബർഗ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഡേഞ്ചറസ് ആവുമോ ഇല്ലേ എന്നൊക്കെ, ഷിപ്പ് സിങ്ക് ചെയ്യുമോ, അതാണ്. ഷിപ്പ് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ, പിന്നെ ഷിപ്പിൽ കൊടുത്ത ലാസ്റ്റ് മെസ്സേജസ്, എൻജിൻ റൂം എല്ലാം വെള്ളം കൊണ്ട് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഹാഫ് ആൻ അവർ. ന്യൂയോർക്കിൽ ബാക്കി സർവൈവ് ചെയ്ത ആൾക്കാർ, പിന്നെ ലൈഫ് ബോട്ടിൽ പോയതിൻ്റെ പടങ്ങളും. 1303 പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ. അതിൽ 713 ആൾക്കാർ സേവായി. 23% ക്രൂ മെമ്പേഴ്സിനെ രക്ഷപ്പെടുത്തി. പിന്നെ ഡെഡ് ബോഡീസിനുള്ള സെർച്ചും പിന്നെ അതിൻ്റെ ഹാൻഡിലിങ്ങിനെ കുറിച്ചുള്ള ടൈറ്റാനിക്കിൻ്റെ മെമ്മോറിയലും ടൈറ്റാനിക് ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള സ്റ്റോറീസും. എല്ലാ 4 സൈഡ്സും ചുമരിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ടൈറ്റാനിക്കിൻ്റെ. I'm coming with some of the nicest people in the world too. Isn't that just splendid? ഈ ഷിപ്പിൻ്റെ മോഡൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് താഴെ ഗ്ലാസ്സിൽ അതിൻ്റെ റെപ്ലിക്ക. ഇത് നല്ലൊരു ഭയങ്കര ഒരു വണ്ടർഫുൾ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും അത് ബ്യൂട്ടിഫുള്ളായിട്ട് അത് ഫുൾ സ്ക്രീനിൽ റെപ്രസെൻറ്റ് ചെയ്ത്. താഴത്തെ ഫ്ലോറിലും ഫുൾ സ്ക്രീനിൽ അതിൻ്റെ ഐസ്ബർഗ് പൊട്ടുന്ന വീഡിയോസും. അതായത് സബ്മർജായ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളുടെ ലുക്കാണ് ഈ കാണിക്കുന്നത്. ചെറിയ പഴയ പോസ്റ്റേഴ്സും അതിൻ്റെ ടോയ് പീസസും കാര്യങ്ങളും പിന്നെ സിനിമയുടെ ഭാഗങ്ങളും. Money, I expect, Jamie. That's the usual reason. This is all designed for paying guests to get their kicks like. Well, my grandfather, like everybody's grandfather, worked on the Titanic.
ആ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരത്തിയുടെ അപ്പൂപ്പൻ വർക്കേഴ്സിൽ ഒരാളായിരുന്നു. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. You could hear the noise from where we lived, but nothing prepared you for the size of the place. They put me to work on 401. That's what we called her. We knew she'd be the largest passenger ship in the world, but we didn't call her Titanic then. I was there from the beginning. I watched the ship raise through the keel blocks. They set big wooden blocks on the slipway to start with. Then the keel is double set, like a backbone. And the frames attached to that, like a skeleton. Workshops everywhere. It took weeks to find your way around. There'd be workshops for every trade you ever heard of. Painters, sailmakers, coppersmiths, boiler makers, cabinet makers. I even learned a bit about French polishing off them. Harlem-House was a fine place to work, but dangerous. Every ship cost a life, and there'd be lots of injuries besides. I was in the engine works for a while. Very well equipped it was. That's where we built the triple expansion engines. 2 of them, each as high as a 3-story house. I worked in the frame bending shop. You'd heat steel beams in the furnace, then hook them onto slabs of cast iron and hammer them curved. It was skilled work. You had to bend them more than you needed because the frame straightened out a little when it cooled. The shell plates that made up the hull weighed up to 4.5 tons. They were taller than the da. The plates were overlapped on the edges. Some were raised, one after another. We called it clincher. One of the foremen told me years ago, that's how you built steel ships. I worked as a heater boy. You had to heat the rivets on a wee plate. You pumped the bellows till the rivet was white hot. Then you get a hold of it with your tongs and throw it up to the catcher. And he put it in the hole in the plate for the holder up. There were 2 of us on the other side of the plate to the holder up. We had to hammer the rivet so it filled the hole before it turned dull red. The double bottom. That's a wee space we called the tanks, made up of steel plates. The rest of the rivet squad all had to fit into that gap. One of the foremen would check each rivet with a special hammer. If it made a ringing sound, we'd have to go back. Afterward. You only had candles for light. And the constant hammering against the shell plates. You could hear it all over Belfast. Some of those boys ended up stone deaf, so they did. We were paid 31 bob a week. The heater boy and catcher got 16 bob. But we all worked the same 54 hours. The upper deck was steel too, and part of the strength of the ship. There's no straight lines in a ship, and when you look down the weather deck, you can see the shear of the hull, which stopped her flexing at sea. The stern frame had to be strong enough to take the rudder turning in heavy seas. You'd have all these timbers and guy wires to steady the frame, and men scurrying around like ants underneath. When we came to launch day, I was torn between pride and fear. The standing ways were coated in tallow, train oil and soft soap, so the ship would slide when they shifted her weight off the blocks. That was the most dangerous part. When the shipwrights were knocking away the last props, they were under compression, you see, and the sliding ways would be released by the hydraulic trigger. 100,000 people watched the launch. Some paid a bob to sit in the reserved seating. There were extra trams laid on. Then we all went off to the pub to wish her well. Doc, you were proud to be an island on that day. And Titanic is the pride of Belfast. Thank you for joining us. The tour will end in a few seconds. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻസ് തുടങ്ങി. എങ്ങനെയാണ് ഇതുപോലെ നടക്കാൻ പാടില്ലാത്തൊരു വേഴ്സ്റ്റ് ഡിസാസ്റ്റർ
ഹിസ്റ്ററിയിലുണ്ടായ പിന്നെ മരിച്ച ആൾക്കാരുടെയൊക്കെ ഫോട്ടോകൾ. അഡ്വേഴ്സ് വെതർ കണ്ടീഷനും പിന്നെ വാണിങ് കൊടുത്ത വാണിങ്ങിനൊന്നും നമ്മൾ പരിഗണിക്കാതെ ഉണ്ടായ കാര്യങ്ങളൊക്കെ. അത് പിന്നെ ബ്രോഡ്കാസ്റ്റ് വഴി മെസ്സേജുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല രീതികളൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. അതുപോലെ ഐസ്ബർഗിൻ്റെ വാണിങ്ങിൻ്റെ ടെക്നോളജിയും പിന്നീടുള്ള ഷിപ്പ് ഡിസൈൻസിന് ചേഞ്ചസ് വരുത്തി തുടങ്ങി. അതുപോലെ ലൈഫ് ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പാസഞ്ചേഴ്സിന് സേവ് ചെയ്യാൻ പറ്റിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത്. ശരിക്കും ടൈറ്റാനിക് നമ്മൾ കാണുന്ന ജാക്ക് ആൻഡ് റോസ് സ്റ്റോറിയേക്കാൾ അപ്പുറം ഇത് ബിൽഡ് ചെയ്ത് തൊട്ട് ഇതിൻ്റെ ഡിസാസ്റ്റർ വരെയുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി, എസ്പെഷ്യലി ഇത് അറിയാൻ താല്പര്യപ്പെടുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. It's all right.